ഹലോ, ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ. 10 സെക്കൻഡിൽ കൂടുതൽ ഡോക്ടർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും എനിക്കിതിപ്പോൾ ഇവിടെ പറയണം. മുൻപത്തെ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. ഇതിങ്ങനെയല്ല എൻ്റെ ശബ്ദം. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയണേ എന്നുള്ളതെന്ന്. എൻ്റെ ശബ്ദം അടഞ്ഞിട്ട് ഒരു 3 മാസമായി. ഞാനിത് വലിയ കാര്യമാക്കിയിരുന്നില്ല. കാര്യമാക്കാതിരുന്നത് എനിക്ക് ഈ ശബ്ദം അടഞ്ഞത് കൊണ്ട് എനിക്ക് വലിയ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. തൊണ്ടവേദനയോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കാര്യമാക്കാതിരുന്നത്. ഇനി എനിക്കറിയാം, ഞാൻ നല്ല ഉണ്ണികളുടെ അടുത്തൊക്കെ നല്ല ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഒരു വട്ടം പറഞ്ഞാൽ കേൾക്കില്ല, ഒരുപാട് വട്ടം പറയണം. അത് ഒച്ചത്തിൽ എന്നെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അതും എന്ത് കുഞ്ഞുങ്ങൾ വികൃതി കാണിച്ചാലും അവിടെ ഞാൻ തന്നെ വേണം. എനിക്ക് എന്ത് അസുഖം വന്നാലും ഞാൻ പെട്ടെന്ന് അത് സീരിയസ് ആക്കി എടുക്കില്ല. കാര്യമായി ഞാനത് നോക്കാനോ ഒന്നിനും നിൽക്കാറില്ല. അതിങ്ങനെ വിടും. അപ്പോൾ ഇന്നലെ എനിക്ക് ഒട്ടും ശബ്ദം കിട്ടുന്നുണ്ടായിരുന്നില്ല, പുറത്തേക്ക് ഒട്ടും ശബ്ദം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു, നാളെ ഞാൻ എന്തായാലും ഡോക്ടറെ പോയി കാണണം, എനിക്കിത് അറിയണം എന്നുള്ളൊരു തോന്നൽ. എനിക്ക് ചെറിയ ടെൻഷൻ കൂടെ വന്നു. 3 മാസമായല്ലോ ഇതിങ്ങനെ സ്ഥിരമായി. ചില സമയത്ത് ഒട്ടും ഉണ്ടാവില്ല, ചില സമയത്താണ് എനിക്ക് കുറച്ചെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ണികളെ അംഗനവാടി കൊണ്ടുപോകുമ്പോൾ റെസ്റ്റ് ഇരുന്നാലും എനിക്കിപ്പോൾ അത് മാറാത്ത ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ ഉണ്ണികളെ കൊണ്ടാക്കി ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാനിങ് ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഉപകരണം കൊണ്ടാണ് സ്കാനിങ് ചെയ്തത്. എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നു. കൂടെ ആരെയും വന്നിട്ട് ചോദിച്ചു, ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അങ്ങനെ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ദശവാളായിരുന്നുണ്ട് കേട്ടോ, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ആകെ പെട്ടെന്ന് ടെൻഷനായി പോയിട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, കാരണം ചോദിച്ചപ്പോൾ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നതാണ് ഇതിന് കാരണം വേറെ ആരും ഇല്ല, ഞാൻ തന്നെ പറയണം, ഉണ്ണികളുടെ അടുത്ത് നിലവിളിക്കണം. അവരൊരിക്കൽ പറഞ്ഞ് കേൾക്കുന്നില്ല, ഒച്ചയെടുത്താൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. നമുക്ക് എല്ലാത്തിനും തല്ലാൻ പറ്റില്ലല്ലോ. അവരെ പുറകെ നടന്ന് നമുക്ക് തല്ലുമ്പോൾ പിന്നെയും നമ്മൾ എന്നെ വിഷമിക്കണ്ടേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് അതിൽ ദുഃഖം, ഒച്ചത്തിൽ ഡാ എന്നൊക്കെ പറയുമ്പോൾ ഒതുങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ ദൂരത്തേക്കൊക്കെ പോവും. മുറ്റത്ത് കളിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞ ശബ്ദം ഉയർത്തിയത് കൊണ്ട് തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ ടെൻഷനും എൻ്റെ ഫേസൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട, നമുക്കൊരു 3 ആഴ്ചത്തേക്ക് ഞാൻ മെഡിസിൻ എഴുതി തരാം. അത് കഴിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. സംസാരിക്കേണ്ട, അധികം രഹസ്യം പറയേണ്ട, ഒച്ചത്തിലും പറയേണ്ട, നോർമലായിട്ടൊരു 10 സെക്കൻഡിൽ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇത് ഞാൻ തന്ന മെഡിസിനും ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിയുമ്പോൾ അങ്ങനെ എരിവും പുളികളും ഒന്നും കഴിക്കരുത്. അതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞ് വന്നു കഴിയുമ്പം നമുക്കൊന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം എന്താ വേണ്ട, അടുത്തൊരു സ്റ്റെപ്പ് എന്താ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തിട്ട് വെച്ചാൽ, നമ്മളെല്ലാം നിസ്സാരമായി കാണണ്ട. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ശബ്ദം ഉയർത്തിയത് കൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്ത് തെറ്റെന്താണെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ ആയതും ഞാൻ ഡോക്ടറെ കാണാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. ഞാനത് നിസ്സാരമായി വിട്ടുപോയി. അതെൻ്റെ മേത്തുള്ള തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുകയെന്ന് എനിക്കറിയണില്ല. അപ്പോൾ പലവരും ഇതുപോലെ ഒച്ചത്തിൽ സംസാരിക്കും, നമ്മളത് ശ്രദ്ധിക്കില്ല. അതുപോലെ ഒച്ചയടയ്ക്കും. അപ്പോൾ നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കുക. എന്ത് വന്നാലും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം, ഡോക്ടറെ കാണണം. അപ്പം നമുക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തേണ്ടി വരില്ല. എനിക്കിപ്പോൾ നല്ല റെസ്റ്റാണ് പറഞ്ഞേക്കണം. പിന്നെ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഇതുകൊണ്ട് ഡിപ്രഷനിലടക്കം പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ആരുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ എന്ത് കുറുമ്പ് കാണിച്ചാലും ഒന്ന് ശാസിച്ചാൽ, ഒന്ന് ചെറിയൊരു അടി കൊടുത്താൽ അവരത് പിന്നെ ചെയ്തോളും, അനുസരിച്ചോളും. അത് ചെയ്യില്ല. പകരം നമ്മളെ വിളിച്ച് ചീത്ത പറയാൻ വേണ്ടി പറയും. അതെന്തിനാ? അത് അവർക്കൊന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കേൾക്കില്ലേ? അവർ പറയണില്ലേ നമ്മളും പറയണേ? അത് ചെയ്യില്ല. പകരം നമ്മൾ വന്നാൽ കുഞ്ഞുങ്ങളെ ചീത്ത പറയും. ഞാൻ ചോദിക്കും, നിങ്ങളെ വെറുക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ മേത്ത് കുഞ്ഞുങ്ങൾക്ക് ദേഷ്യം ആവരുത് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നത്. ഇടയ്ക്ക് അവർക്ക് ആലോചിച്ചുകൂടെ? എപ്പോഴും അവളെ എന്നെ വിളിക്കുക, അവളെ എന്നെയല്ലേ എല്ലാ കാര്യങ്ങളും നോക്കണേ. ഒന്ന് ചീത്ത പറഞ്ഞാൽ, ഒന്ന് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അനുസരിക്കും. അതന്നെ ഞാനും വന്നാൽ ചെയ്യണേ. പക്ഷെ അത് അവർ പറയില്ല, അവർ ചെയ്യൂല. അത് ഞാൻ വന്ന് അവരെ ചീത്ത പറയണം. അതും നല്ല ഒച്ചത്തിൽ ചീത്ത പറഞ്ഞാൽ അവരനുസരിക്കുള്ളൂ. അത് ഞാൻ ചെയ്യണം. ഇത് നമ്മുടെ വീട്ടിലുള്ളവരും നമുക്ക് സപ്പോർട്ടിങ് ആയി നിന്നില്ലെങ്കിൽ ഇത് മാറില്ല, ഇങ്ങനെ ഉണ്ടാവും. വീട്ടിലുള്ളവരും കൂടെ കുറച്ചൊന്ന് സഹകരിക്കുക, ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് നമ്മളാൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. മാക്സിമം എല്ലാ കാര്യങ്ങൾക്കും വിളിക്കാതെ, അമ്മമാരെ തന്നെ വിളിക്കാതെ കുഞ്ഞുങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. അത് വലിയൊരു ഉപകാരമാവും. ഇതെനിക്ക് പലപ്പോഴും എനിക്കൊരു ഡിപ്രഷനിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, വഴക്കിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിപ്രഷൻ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒച്ചയിട്ട് പറയുമല്ലോ, അങ്ങനെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല. 1-2 ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെന്നെ വിളിക്കും, നമ്മളെന്നെ വന്ന് ചീത്ത പറയണം, നമ്മളെന്നെ നോക്കണം. അപ്പോൾ എന്നെ പോലുള്ള ഒരു അമ്മമാരുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. ഇത്രയും ഒരു 2-3 മാസം എന്ന് പറയുന്നത് ഇച്ചിരി നീണ്ട കാലയളവാണ്. എൻ്റെ മേലെ വന്ന മിസ്റ്റേക്കാണ്. ഇതുപോലെ ആരും ചെയ്യാതിരിക്കുക. നമ്മളൊന്നും നിസ്സാരമായി കാണാതിരിക്കുക. കുഞ്ഞുങ്ങളിലാണെങ്കിലും ഒരുപാട് ഒച്ചയുയർത്തി സംസാരിപ്പിക്കാതിരിക്കുക.
അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ശബ്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്, സംസാരം കുറച്ച് നേരമായി നീളണു. അപ്പോൾ ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ട് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ.